ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യ ദിനത്തിൽ തന്നെ മത്സരാർത്ഥികൾക്കിടയിൽ അടിപൊട്ടി. ഇതോടെ സീസണിൽ ആദ്യമായി നൽകിയ ടാസ്കും പൂർത്തീകരിക്കപ്പെടാതെ അവസാനിപ്പിക്കേണ്ടി വന്നു. ബിന്നി, ഷാനവാസ്, ആര്യൻ എന്നിവർക്കായി 3 സ്റ്റാറുകൾ ബിഗ് ബോസ് നൽകിയിരുന്നു. സ്റ്റാറുകൾ ലഭിച്ചവർക്ക് 2 പെട്ടിയും അല്ലാത്തവർക്ക് ഓരോ പെട്ടി വീതവുമാണ് വന്നത്. എന്നാൽ ഈ സ്റ്റാറുകൾ മറ്റുള്ളവർക്ക് ഏത് വിധേനയും സ്വന്തമാക്കാം എന്നുള്ള ടാസ്കും ബിഗ് ബോസ് നൽകി. ഇതോടെ മത്സരാർത്ഥികൾക്കിടയിൽ വാശിയേറിയ പോരാട്ടം തന്നെ നടന്നു. സ്ത്രീകൾക്കിടയിലെ പോര് തള്ളലിലേക്കും പിടിച്ചുതള്ളലിലേക്കും വരെ പോയി. ഇന്നത്തെ എപ്പിസോഡിൽ ഇതെല്ലാം കാണാൻ സാധിക്കും. സ്റ്റാറുമായി ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുമ്പോൾ പുറത്തുനിന്നും കയറുന്ന അനീഷിനെയും ബിഗ് ബോസ് പുറത്തുവിട്ട പ്രോമോയിൽ കാണാൻ സാധിക്കും. അനീഷ് ബാത്റൂം വാതിലിനരികിൽ നിൽക്കുന്ന രംഗത്തോടെയാണ് പ്രോമോ അവസാനിക്കുന്നത്. അദ്ദേഹം വാതിലിന് ചവിട്ടി, അതല്ല അകത്തുനിന്ന് വാതിൽ വലിച്ച് അടയ്ക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ ലൈവിൽ ഈ രംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എപ്പിസോഡിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. ഷാനവാസിന് പുറകെ അക്ബറും അനീഷും കൂടെ നടന്നപ്പോൾ ബിന്നിയുടെ പുറകെ ഉണ്ടായിരുന്നത് റെന ഫാത്തിമയും ടീമുമായിരുന്നു. സ്റ്റാർ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉന്തിലേക്കും തള്ളിലേക്കും നീങ്ങുകയും ചെയ്തു. ഇതിനിടെ ഷാനവാസ് തൻ്റെ സ്റ്റാർ ഊരി ഒനീലിന് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം സ്റ്റാർ പിന്നീട് നൽകിയത് അക്ബറിന് ആണ്. ഇതോടൊപ്പം തന്നെ ഷാരിക ബിഗ് ബോസിന് മുന്നിൽ തൻ്റെ ആദ്യ പരാതി ഉന്നയിക്കുകയും ചെയ്തു. ബിന്നിയെ മറ്റുള്ളവർ ആക്രമിക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് പരാതി നൽകിയതെന്ന് ഷാരിക വ്യക്തമാക്കി. ഇതോടെ ബിഗ് ബോസ് വിഷയത്തിൽ ഇടപെടുകയും ടാസ്ക് തൽക്കാലം നിർത്തിവെക്കുന്നതുമായി അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് എല്ലാവരും കിടക്കാൻ പോകുന്നത്. തുടക്കമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിടക്കാൻ വേണ്ടത്ര സജ്ജീകരണങ്ങളൊന്നും ബിഗ് ബോസ് ഒരുക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കിടക്കുന്നതിനു വേണ്ടി മത്സരാർത്ഥികൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാൻ തുടങ്ങി. അതേസമയം സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും ഷോ സംബന്ധിച്ച ചർച്ച സജീവമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ചില നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ആരാധകർ പങ്കുവയ്ക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യ സീസണിലെ എവിക്ഷൻ ഒഴിവാക്കുക എന്നത്. ബിഗ് ബോസിൻ്റെ നടത്തിപ്പുകാരോട് ഒരു ചെറിയ അപേക്ഷയുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യ ആഴ്ചയിലെ എവിക്ഷൻ ഒഴിവാക്കുക. ഒരു കണ്ടസ്റ്റൻറ്റിന് ഒന്ന് ചുവടുവയ്ക്കാനും അവരുടെ പെർഫോമൻസ് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനും ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും സമയം വേണ്ടിവരും. ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരാനെങ്കിലും സമയമെടുക്കും. നിങ്ങൾ കണ്ടസ്റ്റൻസിന് ആ സമയം കൊടുക്കണം. ആദ്യ ആഴ്ചയിൽ തന്നെ എവിക്ഷൻ വരുന്നത് ഷോ ഡൗൺ ആവാൻ കാരണമാകും. അപ്പോൾ ആദ്യ ആഴ്ചയിലെ പുറത്താകൽ ദയവ് ചെയ്ത് നിർത്തലാക്കുക. അനീഷ് എന്ന കോമണർ ബിബി ഹൗസിൽ ഓളമുണ്ടാക്കാൻ ചാൻസുള്ള വ്യക്തിയായിട്ട് തോന്നി. 2 ആഴ്ച സമയം കൊടുക്കണമെന്ന ജെഫ്രിൻ എന്നയാൾ അഭിപ്രായപ്പെടുന്നത്. ഇതിനെ അനുകൂലിച്ചും നിരവധി ആളുകൾ കമൻറ്റ് ബോക്സിലൂടെ രംഗത്ത് വരുന്നു. ശരിയാണ്, പ്രത്യേകിച്ച് ഫോളോവേഴ്സ് ഇല്ലാത്ത ആളുകൾക്ക് ആദ്യ ആഴ്ചയിലെ എവിക്ഷൻ കടക്കാൻ പ്രയാസമായിരിക്കും എന്ന് ശിവരാമകൃഷ്ണ എന്നയാൾ വ്യക്തമാക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലെ ടാസ്കുകൾ കുറച്ചും കൂടി കഠിനമായിരിക്കും.